iPlus ട്രെയിനിങ് സൊല്യൂഷനിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ കേസ് വർക്കിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനേക്കാൾ മുൻപായിട്ട് നമുക്കൊരു പോയിന്റും കൂടി നമുക്ക് എടുക്കാനായിട്ടുണ്ട്. അതായത് സോഷ്യൽ കേസ് വർക്ക് മറ്റ് മെത്തേഡുകളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ഒരു ചെറിയൊരു ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ വർക്കിൽ ആകെ എത്ര മെത്തേഡുകളാണുള്ളത്? 6 മെത്തേഡുകളാണുള്ളത്. അതിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, പ്രൈമറി മെത്തേഡും സെക്കൻഡറി മെത്തേഡും. പ്രൈമറിയിൽ 3 ഉണ്ട്, സെക്കൻഡറിയിൽ 3 ഉണ്ട്. പ്രൈമറിയിൽ വരുന്നതാണ് സോഷ്യൽ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അതേസമയം സെക്കൻഡറി മെത്തേഡ്സിൽ വരുന്നതാണ് സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക്, റിസർച്ച് എന്ന് പറയുന്നത്. ഇതിലെ പ്രൈമറി മെത്തേഡ്സിലെ സോഷ്യൽ കേസ് വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കേസ് വർക്ക് പ്രൈമറി മെത്തേഡ്സിൽ തന്നെ ഗ്രൂപ്പ് വർക്കായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുമായിട്ടും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിലെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മെത്തേഡുകളുടെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഇപ്പോൾ കേസ് വർക്കിന് എടുക്കുകയാണെങ്കിലും പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വികാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമ്മൾ ആ ഇൻഡിവിജ്വലിനെ കൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് അയാളുടെ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തുക. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് വർക്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വികാസം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് സാധ്യമാക്കാൻ ശ്രമിക്കുന്നത്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ കണ്ടറിയുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇന്റഗ്രിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഈ ഏത് മെത്തേഡ് നമ്മൾ എടുത്താലും അതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ കേസ് വർക്ക് പ്രൈമറി മെത്തേഡ്സിൽ ബാക്കി മെത്തേഡുകളായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് അത്രയും വലിയ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു പാർട്ടല്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഏത് ഭാഗമാണെന്ന് വെച്ചാൽ ഹിസ്റ്ററിയുടെ ഭാഗമാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ കുറച്ച് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം, പലപ്പോഴും അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഹിസ്റ്ററി, സോഷ്യൽ കേസ് വർക്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ചാരിറ്റി ഓർഗനൈസേഷൻ, സൊസൈറ്റി എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഹിസ്റ്ററി കേസ് വർക്കിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ വേറെ ഫാക്ടേഴ്സ് സോഷ്യൽ കേസ് വർക്കിനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി നമുക്കറിയാം, ആദ്യം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആളുകളെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ മറ്റ് പല അതിനു മുമ്പ് ഉണ്ടായിരുന്നു, നമുക്കറിയാം എലിസബത്തൻ പുവർ ലോ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരുപാട് വേറെ സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചാരിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ലക്ഷ്യം മനുഷ്യന്മാരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിക്ക് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇംഗ്ലണ്ടിലെ 1869 ആദ്യമായിട്ടാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. US പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഇയർ നമ്മൾ ശ്രദ്ധിക്കണം, അത് 1877 പിന്നീട് US തന്നെ പല സ്ഥലങ്ങളിലായിട്ടും COS എക്സീഡഡ് ആയിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അത് 1885 കാലഘട്ടങ്ങളിലാണ്. ഇനി എന്താണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അതിൽ കറക്റ്റായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതായത് പല NGOസും അതേസമയം തന്നെ ഇംഗ്ലണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാൻ, അതുപോലെ കഷ്ടപ്പെടുന്ന, പട്ടിണി അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല NGOs ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനെ ഡാറ്റ നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച്
അനുസരിച്ച് ഇപ്പോഴും നമ്മൾ ആളുകളെ സഹായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം ഡാറ്റകൾ ഓവർലാപ്പ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹോം വിസിറ്റുകൾ നടത്തിയിരുന്നു. ഹോം വിസിറ്റുകൾ നടത്തി ഓരോ വീട്ടിലും ചെന്ന് ആ വീട്ടിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം കണ്ടെത്തി മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി അവർ ആ ഫാമിലി മെമ്പേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അത് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷനിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിനു മുമ്പൊക്കെ പ്രശ്നങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് എഴുതി സമർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് നമുക്ക് എന്താണ് ഇവർ എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ ഇവർ കൃത്യമായിട്ട് വീടുകൾ തോറും കയറി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റെക്കോർഡ് ചെയ്ത് അത് സ്ക്രൂട്ടനൈ ചെയ്ത് അതിലെന്തൊക്കെ ആവശ്യങ്ങളാണ്, ഏറ്റവും കൂടുതൽ ആവശ്യം ഏതിലാണ് അവർ അനുഭവിക്കുന്നത്, അതെങ്ങനെ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കണ്ടെത്താം, അതിനുള്ള റിസോഴ്സസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയിലൂടെയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കേസ് വർക്കിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെപ്പുകളും പ്രോസസ്സുകളും ഒക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേസ് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇത്തരത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഓരോ വീടുകളിൽ ചെന്ന് അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് റെക്കോർഡ് ചെയ്ത് അതിനെ കാര്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ പരിഹരിക്കാനുള്ള റിസോഴ്സസുകളൊക്കെ കണ്ടെത്തിയിരുന്നത് ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് ആയിരുന്നു. ആദ്യം ഇവർ ഒരു സർവീസ് രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഇവരൊരു പെയ്ഡ് ആയിട്ട് കുറച്ച് പൈസ കൊടുത്ത് സാലറി കൊടുത്തിട്ട് ഇവരെ നിയമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പെയ്ഡ് ഏജൻസ് എന്നുള്ള രീതിയിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ് ഈ ഓരോ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടന്നിട്ടുള്ള ഓരോ കേസുകളിലും നടക്കുന്നത്. ഇനി ഈ 1895 ഇവരെ നമ്മൾ ഈ പെയ്ഡ് ഏജൻസിന് അൾമോണസ് എന്നുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇവർ മാറുന്നുണ്ട്. അങ്ങനെയാണ് ഇവരാണ് ആദ്യത്തെ സോഷ്യൽ വർക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ആദ്യത്തെ സോഷ്യൽ വർക്കേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രാക്ടീഷണേഴ്സ് ആദ്യത്തെ ഇവർ തന്നെയാണ്, ഈ അൽമോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി ഇങ്ങനെ സോഷ്യൽ കേസ് വർക്ക് പതിയെ ഡെവലപ്പ് ചെയ്തു വന്നു. അതിൽ പിന്നീടും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ന്യൂയോർക്കിലെ സമ്മർ സ്കൂള് 1898 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈ പെയ്ഡ് ഏജൻസിന് കുറച്ചുകൂടി രീതിയിൽ കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എങ്ങനെ ആളുകളോട് ഡീൽ ചെയ്യണം, എങ്ങനെ അവരുടെ നിന്നും അവരുടെ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കണം, എങ്ങനെ അവരുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ടൊരു പ്രോഗ്രാം സ്കൂൾ അവർക്ക് ഒരു എന്താ പറയുക എഡ്യൂക്കേഷണൽ സെറ്റപ്പും കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ട്രെയിനഡ് ആയിട്ട് മാറും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂയോർക്കിൽ സമ്മർ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ആംസ്റ്റർഡാമിലാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ ആംസ്റ്റർഡാമിൽ 1899 സോഷ്യൽ വർക്കിൻ്റെ സ്കൂൾ വരുന്നത്. പിന്നീട് ന്യൂയോർക്കിലും അതുപോലെ 1904 ഒരു സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് എന്നുള്ളത് 2 വർഷം ആക്കണം. അങ്ങനെയുള്ള ഒരു കോഴ്സും സംവിധാനങ്ങളുമായത് 1917 ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തികളെ ഇനിയും ഈ സോഷ്യൽ കേസ് വർക്കിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന് തോമസ് ചാമേഴ്സ് ആണ്, ഒക്ടേവിയ ഹിൽ ആൻഡ് മേരി റിച്ച്മണ്ട്. തോമസ് ചാമേഴ്സ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്കോട്ടിഷ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹമാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എന്നുള്ള ഒരു ആശയം കൊണ്ടുവയ്ക്കുന്നത് ആരാണ്? തോമസ് ചാമേഴ്സ് ആണ്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെ വേണമെങ്കിലും പറയാം, തോമസ് ചാൾമേഴ്സ് അല്ലെങ്കിൽ കാൽമേഴ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വെറുതെ ഇതിനു മുമ്പ് വരെ, അതായത് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി വരുന്നതിന് മുമ്പ് വരെ ആളുകൾക്ക് വെറുതെ പൈസ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കും, അവർക്ക് പിന്നെ ആവശ്യം വരും, പൈസ കൊടുക്കും. അതൊരു നല്ലൊരു ആശയമല്ല, നല്ലൊരു രീതിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആളുകൾക്ക് റീഹാബിലിറ്റേഷൻ, സോഷ്യൽ റീഹാബിലിറ്റേഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ വെറുതെ പൈസ കൊടുക്കുന്നതിലല്ല, ചാരിറ്റിയിലല്ല പ്രാധാന്യം. അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ അവരെ മാറ്റുക എന്നുള്ള ഒരു ആശയം
ത്തിന്റെ ബേസിലാണ് നമ്മുടെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ ഹോം വിസിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടുകാരോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് തോമസ് ചാമസ് ആയിരുന്നു. ഇനി അടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒക്ടേവിയ ഹില്ലാണ്. അതായത് ഹെൽപ്പ് വിത്തൗട്ട്, അതൊരു ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു, ഹെൽപ്പ് വിത്തൗട്ട് ആംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാശയം കൊണ്ടുവന്നത് ആരാണ്? അതാണ് ഒക്ടേവിയ ഹിൽ. അതായത് നമ്മൾ ആംസ് എന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ പൈസ കൊടുത്ത് സഹായിക്കുക. അതില്ലാതെ വേണം നമ്മൾ ആളുകളെ സഹായിക്കാൻ എന്ന് പറഞ്ഞതാണ് ഒക്ടേവിയ ഹിൽ. അതിന്റെ അർത്ഥം തോമസ് ചാമസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെറുതെ ഒരാൾക്ക് ഒരു ആവശ്യത്തിന് പൈസ കൊടുക്കുന്നതിന് പകരം, ഇപ്പോൾ ഒരാൾക്ക് എന്നും മീൻ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക, അയാൾക്ക് മീൻ വളരെ അത്യാവശ്യമാണെന്ന് വിചാരിക്കുക, അതിന് പകരം അയാൾക്ക് ഒരു ചൂണ്ട നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക, അയാൾക്ക് തന്നെ സ്വന്തമായിട്ട് അയാൾ ആവശ്യത്തിന് മീൻ പിടിക്കുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും ഒരാളെ പൈസ ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ സഹായിക്കുന്നതിന് പകരം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ആക്കി കൊടുക്കുക. അപ്പൊ ഭിക്ഷ കൊടുക്കുന്നതിന് പകരം അയാൾക്ക് എന്താ പറയുക, ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക്, ആശയത്തിലേക്ക് കൺവേ ചെയ്ത ഹെൽപ്പ് വിത്തൗട്ട് ആംസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒക്ടേവിയ ഹില്ലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ പൈനിയർ ആയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുൻതൂക്കം എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഒക്ടേവിയ ഹില്ല്. ഇനി സോഷ്യൽ ഹൗസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളാണ് ഒക്ടേവിയ ഹിൽ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മേരി റിച്ച്മണ്ട്. മേരി റിച്ച്മണ്ടിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമുണ്ട്, സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട്. 1917 ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആ പുസ്തകത്തിൽ സോഷ്യൽ കേസ് വർക്കിനെ പറ്റിയിട്ട് തിയററ്റിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഇയർ 1917 സോഷ്യൽ ഡയഗ്നോസിസ് എന്നുള്ള പുസ്തകം. അതിലെ നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ പ്രധാനപ്പെട്ട 2 പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഇൻഡിവിജ്വലൈസേഷനെ കുറിച്ചിട്ടും രണ്ടാമത്തെ ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി വേറെന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ കേസ് വർക്കിന്റെ ഡെവലപ്മെന്റിനെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെയാണ് ഇമ്പാക്റ്റ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിന്റെ സ്വാധീനം വളരെയധികം സോഷ്യൽ കേസ് വർക്കിന്റെ ഡെവലപ്മെന്റിന് കാര്യമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു യുദ്ധം ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോകും, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ആ ഒരു യുദ്ധം വരിക എന്ന് പറയുന്നത്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യക്തികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോട് കൂടി ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അവർക്ക് വേണ്ട സഹായം നൽകുന്ന ഒരു രീതി കൂടുതലായിട്ട് ഉയർന്നു വന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ ഡെവലപ്മെന്റിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ 1905 ബോസ്റ്റണിലെ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ പ്രാക്ടീസ് എന്ന രീതിയിൽ സോഷ്യൽ വർക്കേഴ്സിന് ഒരു പ്രാധാന്യം കൂടി ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റും അതുവഴിയായിട്ട് കേസ് വർക്കിന്റെ ഒരു ഡെവലപ്മെന്റും സാധ്യമാകുന്നുണ്ട്. അതുപോലെ സോഷ്യോളജിക്കൽ സൈക്കോളജിക്കൽ തിയറീസ് ഒക്കെ വരുമ്പോഴും കേസ് വർക്കിന്റെ ഡെവലപ്മെന്റ് ആണ് അതുവഴിയായിട്ട് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ തിയറി എന്ന് പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒക്കെ തിയറി ആ കാലഘട്ടത്തിൽ ഒരുപാട് കേസ് വർക്കിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എക്കണോമിക്കൽ ഡിപ്രഷൻ USA ഉണ്ടായ സമയം, സാമ്പത്തികമായിട്ട് ഒരുപാട് മാന്ദ്യത്തിലേക്ക് കടന്ന സമയത്തും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിച്ച സമയത്തും ഒരുപാട് സോഷ്യൽ കേസ് വർക്കിന്റെ ഡെവലപ്മെന്റിന് സാധ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അതിനെ തുടർന്ന് വേൾഡ് വാർ സെക്കൻഡ് വന്നപ്പോഴും അതേപോലെ തന്നെയുള്ള കണ്ടീഷൻസ് ആണ് വന്നത്. അതും തുടർന്ന് സോഷ്യൽ കേസ് വർക്കിന്റെ ഡെവലപ്മെന്റിന് കാര്യമായ സ്വാധീനം ചെലുത്തി. പിന്നെ ഒരുപാട് പ്രൈവറ്റ് പ്രാക്ടീസ് സെക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. അങ്ങനെ സോഷ്യൽ കേസ് വർക്ക് ഒരു മെത്തേഡായിട്ട്, സോഷ്യൽ വർക്കിൽ പ്രധാനപ്പെട്ട പ്രൈമറി മെത്തേഡായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ ഒരു പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ കേസ് വർക്കിന്റെ ഹിസ്റ്ററി, ഇന്ത്യയിലെ സോഷ്യൽ കേസ് വർക്കിന്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിലെ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് അമേരിക്കയിൽ കേസ് വർക്ക് ഒക്കെ പഠിച്ചിട്ടുള്ള, സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ രീതിയിലാണ് സോഷ്യൽ കേസ് വർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയത്.
പിന്നെ ഇന്ത്യയിൽ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ലീഗിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. NM ജോഷിയാണ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ സോഷ്യൽ സർവീസ് ലീഗിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ 1911 സോഷ്യൽ സർവീസ് ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സംശയം തോന്നാം, എന്താണ് സോഷ്യൽ കേസ് വർക്കും ഇതും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് നമുക്ക് ഒരു സംശയം തോന്നാം. അപ്പോൾ ഈ ഒരു ട്രേഡ് യൂണിയനും നമ്മുടെ നേരത്തെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും തമ്മിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സും അതിൻ്റെ രീതികളും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. കാരണം സോഷ്യൽ കേസ് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയിലാണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആളുകളുടെ പ്രശ്നങ്ങൾ, ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അങ്ങനെ ഒരു മൂവ്മെന്റ്, അങ്ങനെ ഒരു യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിലും ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ഒരു സൊല്യൂഷനിലോട്ട് നീങ്ങിയിരുന്നത്. അപ്പോൾ അതും സോഷ്യൽ കേസ് വർക്കിന്റെ രീതികളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം ഇന്ത്യയിലെ സോഷ്യൽ കേസ് വർക്കിന്റെ ഡെവലപ്മെന്റിന് ഈ ഒരു സോഷ്യൽ സർവീസ് ലീഗ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ NM ജോഷി ഇടയ്ക്ക് ക്വസ്റ്റ്യൻസിൽ, എസ്പെഷ്യലി UGC നെറ്റ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ഒരു പേരാണ്. ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ ഫൗണ്ടറാണ് സോഷ്യൽ സർവീസ് ലീഗ്. ആ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഇനി അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിസ്സിന്നാണ് അല്ലെ. 1936 ടിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ പേര് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലേക്ക് മാറുന്നത് 1944. അപ്പൊ ഡോക്ടർ ക്ലിഫോർഡ് മാൻഷാർട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും അപ്പൊ ഇന്ത്യയിൽ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നല്ലതാണ്, ഇവിടുത്തെ യുവതലമുറയ്ക്ക് നല്ലതാണ്, അവരിത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്കും അത് ഉപകാരമാകും എന്ന് കണ്ടപ്പോഴാണ് ഡോക്ടർ ക്ലിഫോർഡ് മാൻഷാർട്ട് ഒരു ട്രസ്റ്റിനെ സമീപിക്കുന്നത്. ആ ട്രസ്റ്റാണ് സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ്. അപ്പൊ അവരുമായി ചേർന്നിട്ടാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ടിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1936 എസ്റ്റാബ്ലിഷ്. ആ ഇയർ വളരെ പ്രധാനപ്പെട്ടതാണ്. പല ചോദ്യങ്ങളിലും ആ ഇയർ വളരെയധികം കണ്ടിട്ടുണ്ട്. 1936 അത് നമ്മൾ മനസ്സിൽ ഇങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് വെക്കുക. അപ്പൊ 1936 ടിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ പേര് ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലേക്ക് മാറുന്നത് 1944. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ കേസ് വർക്ക് മറ്റുള്ള മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുപോലെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയിലൂടെയാണ് സോഷ്യൽ കേസ് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ തോമസ് ചാമേഴ്സ്, ഒക്ടേവിയ ഹിൽ, മേരി റിച്ച്മണ്ട് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതെ, ആദ്യത്തെ പേര് ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്നായിരുന്നു, പിന്നീട് പെയ്ഡ് ഏജൻസ് ആയി, പിന്നീടാണ് അൾമോണേഴ്സ് ആയത്. അൾമോണേഴ്സ് ആണ് ആരെയൊക്കെ യഥാർത്ഥത്തിൽ ആദ്യത്തെ സോഷ്യൽ വർക്കേഴ്സ് എന്നല്ലെങ്കിൽ ആദ്യത്തെ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീഷണേഴ്സ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. മേരി റിച്ച്മണ്ടിന്റെ 1917 പബ്ലിഷ് ചെയ്ത സോഷ്യൽ ഡയഗ്നോസിസ് എന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സോഷ്യൽ കേസ് വർക്കിന്റെ പ്രിൻസിപ്പിൾസിലെ ഇൻഡിവിജ്വലൈസേഷനെ പറ്റിയിട്ടും ക്ലൈം സെൽഫ് ഡിറ്റർമിനേഷനെ പറ്റിയിട്ടും കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്ടേവിയ ഹില്ലിന്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് വിത്തൗട്ട് ആംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ, അതിന്റെ പുറകിലുള്ളത് ഒക്ടേവിയ ഹില്ലാണ്. പിന്നെ അതിൽ പ്രധാനപ്പെട്ടത് ഈ ഇയേഴ്സ് ആണ്. ഇംഗ്ലണ്ടിലെ ചാരിറ്റി ഓർഗനൈസേഷൻ COIS എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1869, US 1877. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. താങ്ക് യു.